അനുമോളോട് ഈ പാൽക്കുപ്പിക്ക് എന്താണ് ഇത്ര സോക്കേട്? ഇന്ന് രാവിലെ ബിഗ് ബോസ് വീടിനകത്ത് നടന്നത് വലിയ ബഹളം തന്നെയാണ്, വലിയൊരു വഴക്കാണ്. ആ വഴക്കുണ്ടാക്കാൻ കാരണം തന്നെ ഈ കിച്ചൺ ടീമും മെയിൻ ക്യാപ്റ്റന്മാരായ 3 പേരാണ്. കള്ളനായിട്ടുള്ള നെവിനും, കുത്തിത്തിരിപ്പിന്റെ ആശാനായിട്ടുള്ള മാനിപ്പുലേഷന്റെ അങ്ങേയറ്റമുള്ള അക്ബറും, പാൽക്കുപ്പി ആര്യനും, ഇവന്മാരാണ് ഇന്ന് രാവിലെയും വിഷയമുണ്ടാക്കാനുള്ള മെയിൻ കാരണങ്ങൾ. ഇന്നലെ ഈ പറയുന്ന ആര്യൻ സാബുമാനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഞാൻ നാളെ ഇരിക്കുന്ന യോഗട്ടെല്ലാം എടുത്ത് കഴിക്കും, അതിൻ്റെ അകത്ത് പഞ്ചസാരയും ഇട്ട് ഞാൻ അടിച്ച് തിന്നും എന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവര് ഇങ്ങനെ വെസല് കഴുകാതിട്ടിരുന്നാൽ, അതായത് ഈ പെൺകുട്ടികൾ അവരാന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടായ ഗേൾസ്, പട്ടായ ഗ്രൂപ്പുകൾ, അവരങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഫുഡ്, അതായത് ഇതൊക്കെ എടുത്ത് തിന്നും എന്നൊക്കെ സാബുമാനോട് പറഞ്ഞു. സാബുമാൻ പറഞ്ഞു അത് തിന്നരുത്, അത് ശരിയല്ല എന്ന രീതിയിൽ പറഞ്ഞു. എന്നാൽ രാവിലെ വന്ന് സാബുമാൻ ഈ ഒരു പറയുന്ന യോഗാട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാതിയോളം തീർന്നിരിക്കുന്നു. ഇതിനെ ഈ സാബുമാൻ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവർ ആരും അംഗീകരിക്കുന്നില്ല. ആരും അംഗീകരിക്കുന്നില്ല, അക്ബർ അംഗീകരിക്കുന്നില്ല, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, ചിലപ്പോൾ നെവിൻ ആയിരിക്കുമെന്ന് ഈ ആര്യൻ അവിടെ പറയുന്നു. അത് കഴിഞ്ഞ് നെവിൻ വന്ന സമയത്ത് നെവിനോട് ചോദിക്കുമ്പോൾ നെവിൻ പറഞ്ഞു എന്റെ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന രീതി പറഞ്ഞു. എന്നാൽ അതല്ല, അതിന്റെ പാതിയോളം എടുത്തു. ഇത് നൂറ കേൾക്കുകയും നൂറ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, ഇത് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾക്ക് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൂറ പോയി അതെടുത്ത് മാറ്റി വെക്കുന്നു. ആര്യൻ അത് തട്ടിപ്പറിക്കുന്ന സമയത്ത് നൂറ നേരെ പോകുന്നു, ആ ഫ്രിഡ്ജ് തുറക്കുന്നു. തുറന്നതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് പിന്നെ അത് എടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആ ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളെല്ലാം കൂടെ താഴോട്ട് വീഴുന്നു. ഇവിടെ നമ്മൾ രാവിലെ കണ്ടത് ക്യാപ്റ്റന്മാരായിട്ടുള്ള ഈ അക്ബറിന്റെ ആര്യന്റെയും ഒരു ബലപ്രയോഗമാണ് അവിടെ കണ്ടത്. ഈ പറയുന്ന പെൺകുട്ടികളോട് ഇവന്മാരുടെ ഒരു ബലപ്രയോഗം, അതിനൊരു തീർപ്പ് കൽപ്പിച്ച് ആ ഒരു വിഷയത്തെ സോൾവ് ചെയ്ത് വിടാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഇവന്മാർക്കില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ആര്യൻ അത് തട്ടിപ്പറിക്കുന്നു. പിന്നെ അനുമോൾ അവിടേക്ക് കടന്നു വരുന്നു. അനുമോൾ വന്ന് ഈ പറയുന്ന ആ ഒരു പാത്രത്തിൽ ഇരുന്ന ഒരു തൈരോ അത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേന് അത് തട്ടിപ്പറിക്കാനായിട്ട് ആര്യൻ പോകുന്നു. ആര്യൻ ഈ പറയുന്ന അനുമോളെ കയറി ഇത് പിടിക്കാനായിട്ട് പോകുന്നു, കാലെ പിടിക്കാനായിട്ട് പോകുന്നു. അപ്പൊ അനുമോൾ പറയുന്നത് എന്റെ ദേഹത്ത് നീ തുടരുന്നെന്ന് പറയുന്നു. പിന്നെ ഇവൻ പോവുകയാണ് പിടിക്കാൻ. അപ്പൊ ഈ പറയുന്ന ആദിൽ പറയുന്നുണ്ട് ഒരാളുടെ കൺസേൺ ഇല്ലാതെ നീ എന്തിനാണ് തൊടാൻ പോകുന്നതെന്ന് ഈ ആദിൽ ചോദിക്കുന്നുണ്ട്. ഇവന്റെ പന്നക്കളികൾ ഈ ആദിലേക്ക് മനസ്സിലായി. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നല്ലൊരു എന്തോ മനസ്സിലാക്കുന്നവനാണ്, ഇവൻ നല്ല കുട്ടിയാണെന്നൊക്കെ ആയിരുന്നു ആദിലെ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ നൂറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതും ആ ഒരു ഡബിൾ മീനിങ് ഉണ്ടല്ലോ, പാല് തരുമോ, നിങ്ങൾ എനിക്ക് പാല് തരുമോ എന്നുള്ള ചോദ്യം ചോദിച്ചതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഇവൻ പക്ക പന്നനാന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ഇവനെ പാൽക്കുപ്പി എന്ന് വിളിക്കുന്നതും വൃത്തികെട്ടവൻ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്, സത്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഈ ഒരു വിഷയം നടന്നുകൊണ്ടിരുന്നപ്പോ അനുമോളെ ഈ പറയുന്ന ഈ അക്ബറിനെ നിങ്ങൾ നോക്കിക്കോണം, അവൻ ഉച്ചത്തിൽ പറയാതെ അവൻ ഇതായിട്ട് ചുണ്ടനക്കിക്കൊണ്ട് അനുമോടെ മുഖത്ത് നോക്കിയിട്ട് അനുമോടെ അച്ഛന് വിളിച്ചു, ഈ വൃത്തികെട്ടവൻ, നിന്റെ വാപ്പയോട് പറയാനോ, വാപ്പയ്ക്ക് വിളിച്ചു. തിരിച്ച് അനുമോൾ അതുപോലെ വിളിച്ചു. പക്ഷേ ഈ കാര്യം അനീഷ് കണ്ടു. അനീഷ് അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോളെ അക്ബർ നിന്നെ എന്തെങ്കിലും വിളിച്ചായിരുന്നോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. ചുണ്ടനക്കി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു അങ്ങനെയാണ് എന്നെ വിളിച്ചതെന്ന്. അപ്പൊ അനീഷിന് ഒന്നുകൂടെ ക്ലിയർ ആയി. കാരണം അനീഷ് മനസ്സിലാക്കിയത് ശരിയാണോ എന്നുള്ള കാര്യം അവിടെ വെച്ച് ക്ലിയർ ആയി. അക്ബറിനോട് പറയുന്നു നീ കാണിച്ചത് ശരിയല്ല, നീ ചെയ്തത് മോശമാണ്, നീ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോഴത്തേന് അക്ബർ അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ അനീഷ് വിട്ടുകൊടുത്തില്ല. അപ്പൊ ഇവന്മാരുടെ പരിപാടിയാണിത്. ഇതേപോലെ തന്നെ ആയിരുന്നു ഷാനവാസുമായിട്ടുള്ള ഒരു വിഷയത്തിൽ അമ്മയ്ക്ക് വിളിച്ച ഒരു സംഭവം. അവൻ വിളിച്ചതായിരിക്കും, അവൻ ആ ഷാനവാസിന്റെ അമ്മയ്ക്ക് വിളിച്ചായിരിക്കും, അവൻ ചുണ്ടു നല്ല ആനക്കി. ഇതേപോലെ തന്നെ ആയിരിക്കും അല്ലേ? അതിനായിരുന്നു ഷാനവാസ് അന്ന് ആ വഴക്കുണ്ടാക്കിയത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാം. അന്ന് നമ്മൾ ഷാനവാസിനെ കുറ്റപ്പെടുത്തിയെങ്കിൽ ഇതെല്ലാം കൂടെ വെച്ച് വായിക്കുമ്പോൾ ഇവന്മാരത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഈ പറയുന്ന അക്ബർ അനുമോടെ അച്ഛനാണ് വിളിച്ചത്. ഇവന്മാർക്കൊക്കെ ഇതാണോ പരിപാടി? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അച്ഛനും അമ്മയ്ക്കും കയറി വിളിക്കുക. ഇതാണ് രാവിലത്തെ ഒരു ബഹളം. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നില്ല. കിച്ചണിലെ പാത്രങ്ങൾ അവിടെ ഈച്ചയാണ് മൊത്തം. ഇത് ഇവന്മാർ കഴുകി വെക്കത്തില്ല, ഇവന്മാരുണ്ടാക്കിയ പാത്രമാണ്. ഇവിടെ പട്ടായ ഗേൾസ് അവർ സെപ്പറേറ്റ് ഉണ്ടാക്കി അവർ പാത്രം കഴുകി വെച്ചു, അവരുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഇവന്മാരാണ് അവിടെ ഫുഡ് ഉണ്ടാക്കിയത്. ഇത് ഇവന്മാർ കഴുകാതെ അത് അനുമോൾ തന്നെ കഴുകണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നു. അനുമോൾ പറഞ്ഞു ഞാൻ കഴുകത്തില്ല എന്ന്. അനുമോൾ അത് വാശി പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ഞാൻ കഴുകത്തില്ല, കാരണം അത് ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഇത് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തിന്ന ഭക്ഷണം നിങ്ങൾ തന്നെ കഴുകണം, നിങ്ങൾ ആ പാത്രം കഴുകണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ടിരുന്നത് അത് കഴുകിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ ഒരു വിഷയം ഇവിടെ നടക്കുന്ന സമയത്ത് ഉച്ചയായപ്പോൾ കഞ്ഞി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഉണ്ടായി. കാരണം ഈ പറയുന്ന ആദിൽ അവിടെ വയ്യാതെ കിടക്കുന്നു, അനുമോൾക്ക് വയ്യ, അതോടൊപ്പം തന്നെ നൂറയ്ക്ക് വയ്യ. അപ്പൊ അവർക്ക് വിശക്കുന്നു. അനുമോളാണെങ്കിൽ രാവിലെ ഈ ഉപ്പുമാവ് കഴിച്ചില്ല എന്ന് പറയുന്നു. അവർ പോയി കഞ്ഞിയും പയറും കൂടെ അടപ്പത്തിട്ട സമയത്ത് ഈ പറയുന്ന ആര്യം വന്ന് ചില വഴക്കുകൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ അക്ബർ വരുന്നു, നെവിൻ വരുന്നു, അത് പറ്റത്തില്ല, ഞങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വാശി പിടിക്കുന്നു. അപ്പൊ അനീഷ് ഒരു സജഷൻ വെക്കുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഈ ഒരു വിഷയങ്ങൾ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യും. എന്തിനാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഇത് മുമ്പോട്ട് കൊണ്ടുപോയി വെറുതെ വിഷയങ്ങൾ വഷളാക്കാതെ ഇതിനെ ഒരു സ്റ്റോപ്പ് ഉണ്ടാക്കുക.
എന്ന് പറയുമ്പോൾ അവന്മാർക്ക് പറ്റത്തില്ല, അവർക്ക് മീറ്റിംഗ് ഒന്നും പറ്റത്തില്ല. അവന്മാർ പറയുന്നത് അനീഷ് എന്തിനാണ് ഇവരോട് മാത്രം സംസാരിക്കുന്നത്, അനുമോളോട് എന്തിനാ സംസാരിക്കുന്നില്ല എന്നൊക്കെ ഇവന്മാർ ചോദിക്കുന്നത്. അനീഷ് പറയുന്നത് നിങ്ങൾ ക്യാപ്റ്റന്മാരാണ്, നിങ്ങളോടല്ലേ പറയേണ്ടത്, നിങ്ങൾ അതിനൊരു തീരുമാനം കണ്ടെത്തി. ഈ ഒരു വഴക്കിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി ഓരോ ദിവസം എന്തിനു കൊണ്ടുപോകുന്നു, ഇതിനൊരു സ്റ്റോപ്പ് ഇട്. അതാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ നിങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അനീഷ് അവിടെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു വഴക്ക് നീട്ടിക്കൊണ്ട് പോകാനുള്ള ആഗ്രഹം ഇവന്മാരുടേതാണ്. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ, നമ്മൾ ഈ ലൈവ് കാണുമ്പോൾ നമ്മുടെ തോന്നല് ഇവന്മാർ തന്നെയാണ് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഇത് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇവന്മാരുടെ വാശി, ഇവന്മാരുടെ ആഗ്രഹമാണ്. അതാണ് നമുക്ക് ഈ ലൈവ് കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ രാവിലെ ഈ ഷാനവാസിന്റെ രോഗവിവരവുമായി ബന്ധപ്പെട്ട് അനീഷ് ബിഗ് ബോസിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായി ബിഗ് ബോസ്, ഷാനവാസിന്റെ ഒരു വിവരം പറയൂ, എന്തായി, ഡോക്ടറിന്റെ നിരീക്ഷണത്തിലാണെന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ഇതാണ്, എന്താണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറയാമോ എന്ന രീതിയിലൊക്കെ അനീഷ് രാവിലെ മോർണിംഗ് സോങ്ങിന് മുമ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അനുമോൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് ഗുഡ് മോർണിംഗ്, അതോടൊപ്പം തന്നെ സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് ഒരു ആക്റ്റീവിലായിരിക്കുന്നത്, മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങാൻ സമയമായില്ലേ, മോർണിംഗ് ആക്ടിവിറ്റിയുടെ ലെറ്റർ അവിടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ഷാനവാസിന്റെ കാര്യം എന്തായി ബിഗ് ബോസ്, എന്തെങ്കിലും ഒരു അപ്ഡേഷൻ തരൂ എന്നൊക്കെ പറയുമ്പോൾ അത് പുറകാലെ പറയാം എന്ന രീതിയിൽ പറഞ്ഞ് അങ്ങ് വിടുകയാണ്. എന്തായാലും ഇന്ന് ഷാനവാസ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുമെന്നാണ് കേൾക്കുന്നത്. കയറിയാൽ നല്ല കാര്യം തന്നെ. ഇവന്മാരെ അവിടെ മാനിപ്പുലേഷൻ ചെയ്തുകൊണ്ട് അവന്മാരെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഇവർ പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇന്ന് സാബുമോന് രാവിലെ അതൊരു വലിയ രീതിയിലൊരു ഫയർ ആവുന്നുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഈ പറയുന്ന ആരിന്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി പറഞ്ഞിട്ട് ഇവൻ ഇത് ചെയ്ത കാര്യം, അതായത് ഇവനും വന്ന് ഇത് തിന്നല്ലോ എന്ന കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാബുമോൻ അവിടെ ഒരു വിഷയം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതാ പറഞ്ഞത്, ഈ ഇവന്മാര് 3 പേരെ ഇവിടെ ക്യാപ്റ്റൻ ആക്കിയത് കൊണ്ട് 3 പേരുടെയും തനി കൊണം കണ്ടു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ നല്ല രീതിയിൽ തന്നെ പൊരിച്ചിൽ ഏറ്റുവാങ്ങുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതിനുള്ള എല്ലാ പണികളും ഇവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്ക് എല്ലാവർക്കും